السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഈ ഒരു വെക്കേഷൻ കുറച്ച് ദീനിയായ കാര്യങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണുള്ളത്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്ത് തബ്ബത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തബ്ബത്ത് എല്ലാവരും എഴുതണം എന്ന് പറഞ്ഞിരുന്നു. എഴുതിയോ? എല്ലാവരും എഴുതിയിട്ടില്ലേ? മസദ്, തബ്ബത്ത് കമന്റ് ബോക്സ് ഇല്ല അല്ലെ? കമന്റ് ബോക്സ് ഇല്ല. ഞാൻ കമന്റ് ബോക്സ് ഓൺ ആക്കി തരാം. ആ, എല്ലാരും എഴുതിയോ? എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഗുഡ്. എല്ലാവരും നല്ല കുട്ടികളാണ്, മാഷാ അല്ലാഹ്. അപ്പോ ഇന്നറിയാം, നമുക്കിന്ന് പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മളിന്ന് പറയാൻ പോകുന്നത് സൂറത്തുൽ മസദ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മസദ്. സൂറത്തുൽ മസദ് അല്ലെങ്കിൽ സൂറത്ത് തബ്ബത്ത്, സൂറത്തു അബീ ലഹബ് എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ അതിനുണ്ട്. നേരെ ശ്രദ്ധിച്ചോട്ടോ, എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ്. നമ്മൾ ഓതിയിട്ടുണ്ടാകും, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. കേട്ടിട്ടില്ലേ? അങ്ങനെ ഈ സൂറത്ത് കേട്ടിട്ടില്ലേ? ഓക്കെ, എന്താണ് ഈ സൂറത്ത്? ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം എന്താണ്? ഈ സൂറത്ത് എന്തുകൊണ്ടാണ് അവതരിച്ചത്? അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത്. പിന്നെ അതിന്റെ അർത്ഥം പറഞ്ഞ് അതിന്റെ ചില ചരിത്രങ്ങൾ പറഞ്ഞ് ഇന്ന് നമ്മൾ വുളൂ, എങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിന്റെ ഓരോ രൂപം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൂറത്തുൽ മസദുമായി അല്ലെങ്കിൽ തബ്ബത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, മറ്റൊന്ന് വുളൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പൊ എന്താണ് ആദ്യം ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം പറഞ്ഞത്? നമ്മുടെ പ്രവാചകന്റെ പേരെന്തിരുന്നു? നമ്മളെ പ്രവാചകന്റെ പേരെന്താ? ഓക്കെ, മുഹമ്മദ് അല്ലെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഫസ്റ്റ് കമന്റ് ചെയ്ത് ആരാന്നറിയോ? ഉമർ. ഉമർ എന്നുള്ള ഐഡിയിലുള്ള ആളാ. പിന്നെ സുഹറ, പിന്നെ സൂനിയ. ഓക്കെ ഓക്കെ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ പ്രവാചകൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടി, അഥവാ അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. എന്നിട്ട് കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, മുഹമ്മദേ, നീ ഇങ്ങനെ നടന്നാ പോരോ, നിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? നിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. നിന്റെ ഉത്തരവാദിത്തം അവരോട് നീ പറയണം. എന്റെ ഉത്തരവാദിത്തം, അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്നെന്ത് ചെയ്യണം? ഈ സമൂഹത്തോട് നീ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? നേരെ കേട്ടോളിച്ചോ, ഒരു സംഭവമാണ്, വലിയ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്തുള്ള ഒരു മല ഉണ്ട്. സൊഫ എന്നാണ് ആ മലന്റെ പേര്. സൊഫയും മറുവയും രണ്ട് മലകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഫ കണ്ടിട്ടുണ്ടോ? സഫയും മറുവയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? സഫ മറുവ പാട്ടൊക്കെ കേട്ടില്ലേ? സഫ മറുവ മലയുടെ ചോട്ടിൽ എന്നൊക്കെ പറഞ്ഞു, കേട്ടില്ല? കേട്ടിക്കണോ? ഇബ്രോ നമ്മള് കണ്ടിട്ടില്ലടാ, നമ്മളന്ന് ഉംറക്ക് പോയപ്പോ അല്ലേ? അന്ന് നമ്മൾ അവിടുന്ന് കണ്ടില്ലേ? ഓക്കെ. അപ്പോ ഈ സഫ എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുകയാണ്. എന്നിട്ട് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചു. എല്ലാവരും വിളിച്ചു. എളാപ്പാനെ വിളിച്ചു, മൂത്താപ്പാനെ വിളിച്ചു, അമ്മായിനെ വിളിച്ചു, പിന്നെ ഫാത്തിമ ബീബിനെ വിളിച്ചു. എല്ലാ കുടുംബക്കാരും ഇങ്ങനെ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കാണ്, ഞാന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കും, അഥവാ ഞാൻ പറയുന്നത് സത്യമാണ്, അഥവാ ഈ ഒരു മലയുടെ പിന്നിൽ, സഫ എന്ന് പറയുന്ന ഒരു മലയാണല്ലോ, ആ മലന്റെ അപ്പുറത്തുനിന്ന്
ഒരു വലിയ ഒരു സൈന്യം, കുറെ ആൾക്കാർ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഓരോന്നാ വിശ്വസിക്കും, എന്തായാലും വിശ്വസിക്കും, കാരണം നീ അൽ അമീനല്ലേ, അല്ലേ, നീ വിശ്വസ്തനാണ്, നീ ഒരിക്കലും കളവ് പറയാത്ത ആളാണ്. നമ്മളെ പോലെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയൂല, ഒരു കളവും പറയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വിശ്വസിക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാ ഒരു കാര്യമുണ്ട്, ഞാന് അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ്, അള്ള എന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കേൾക്കണേ, ഇത് പറഞ്ഞതും ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നബി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആള്, അയാളെ കൈകൊണ്ട് കാണുന്നുണ്ടോ, നിങ്ങൾ ഇന്നെ കാണില്ലേ, അയാൾ കൈയോടെ ഒച്ചങ്ങായി, അല്ലെ, ഇങ്ങനെ ഉണ്ടല്ലേ നമ്മള് ഒരു മോശമായ ഒരു രൂപമാണല്ലോ, ഒന്ന് പോടാ വിടുന്നതെന്ന് അറിയില്ലേ, ആ രൂപത്തിൽ കൈയാണ് കുടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് മുഹമ്മദ്, നിനക്ക് നാശം, നീ ഇതിനു വേണ്ടിയിട്ടാ ഞങ്ങളെ വിളിച്ചുകൂട്ടിയെ, അന്റെ ഒരു ഒലക്കമല ദേവത്ത്, ഈ ഒരു പടച്ചോന്റെ ഒരാള് വന്നിക്കണ്, ഈ വലിയൊരു നബി വന്നിക്കണ്, അല്ലെ, ഈ ഒരു ആക്ഷേപത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇങ്ങനെ കൈ കൊണ്ട് കുടഞ്ഞിട്ട് എന്നല്ലേ ഒരു കളിയാക്കണ രൂപത്തിലുള്ള പ്രയോഗം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഒന്നാമത്തെ വ്യക്തിയാണ്. അതാരാന്നറിയോ? അവിടെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അബൂ ലഹബ് എന്ന് പറയുന്ന ആള്. അബൂ ലഹബാട്ടോ, അബൂ ജഹലല്ല. അബൂ ലഹബുണ്ട്, അബൂ ലഹബുണ്ട്, അബൂ ജഹലുണ്ട്. ഇവിടെ അബൂ ലഹബ് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയാണ് എന്ത് ചെയ്യണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ രൂപത്തിലുള്ള വാക്ക് പറയുന്നത്. അപ്പോഴാണ് ഈ സംഭവം കഴിഞ്ഞപ്പോ നബിനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരാളുണ്ട്. നബിനെ ആരാ പ്രൊട്ടക്ട് ചെയ്യാ? ആരാ? നബിനെ എങ്ങനെ ആരെങ്കിലും കളിയാക്ക ഉടനെ ഒരു മറുപടി കൊടുക്കും, ഉടനെ മറുപടി ഉണ്ടാവും. അതാരാ? അള്ളാ, അല്ലെ, സുഹറ, ഓക്കെ, അഹ്സൻതി. അള്ളാഹു ആണ് മറുപടി കൊടുക്കുക, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള പറയും, ഞാൻ ഏറ്റെടുത്തു മുഹമ്മദ്, നീ ഒരു പേടിയും പഠിക്കണ്ട, ഞാൻ തന്റെ കൂടെ. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രൊട്ടക്ഷൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു വാക്കുമായിട്ട് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കി. എന്താണെന്നറിയോ ആയത്ത്? എന്താണെന്നറിയോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇതാണ് ആയത്ത്. ഇനി എന്താണ് ഈ സംഭവം എന്ന് കേട്ടോളി. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പറഞ്ഞതാണെന്ന്. എന്നാൽ എന്തൊക്കെയാണ് അള്ളാഹു അതിന് കൊടുത്ത മറുപടി എന്നും എന്താണ് നമ്മൾ എന്ന് പറയുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോ. സൂറത്തുൽ മസദ്. മസദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈത്തപ്പന നാര് എന്നാണ് അതിന്റെ അർത്ഥം. ഈത്തപ്പനയുടെ നാരുണ്ടല്ലോ, അതിനാണ് മസദ് എന്ന് പറയാം. ഈത്തപ്പന ഉണ്ട് കേട്ടോ നിങ്ങള്. ഈത്തപ്പന നമ്മള് പിന്നെ ഈത്തപ്പഴം കിട്ടൂലേ, അതിന്റെ പിന്നെ പനയുടെ ഒരു നാര്, അതിനാണ് പൊതുവെ മസദ് എന്ന് പറയുന്നത്. അതായത് നമ്മള് പിന്നെ പലതും കെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കണതാണ്. നമ്മള് തെങ്ങിൻ്റെ നിന്ന് ചകിരി ഉണ്ടാക്കുക, ചകിരിയാക്കിയിട്ട് പിന്നെയാണല്ലോ കയറുണ്ടാക്കുക. അതേപോലെ ഒരു കയർ, ഈത്തപ്പനയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ഒരു കയർ, അതിനാണ് പൊതുവെ മസദ് എന്ന് പറയാം. എന്നാ കേട്ടോളിട്ടോ, എന്താ സംഭവം എന്ന് കേട്ടോളി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവര് വിമർശിച്ചിട്ട്, ഇയാള് നബിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അള്ള കൊടുക്കുന്ന ഒരു മറുപടിയാണ്. നേരെ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു പാടാണ്. വളരെ രസമാണ്, നല്ല രസമുണ്ട്. അതേപോലെ ഒരുപാട് ചരിത്രം, ഒരുപാട് കഥകൾ ഉള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയണ നോക്കി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബത്ത് എന്ന് പറഞ്ഞാല് നശിച്ചിരിക്കുന്നു. തബ്ബത്ത് നശിക്കട്ടെ. യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. വതബ്ബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കും. 2 തവണ. അതായത് ഈ അബൂലഹബ് എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ഈ അബൂലഹബ് ആരാന്നറിയൂ?
അബൂലഹബ് ആരാന്നറിയോ? നബിന്റെ വാപ്പാന്റെ പേരെന്താ? നബിന്റെ വാപ്പാന്റെ പേരെന്താ? നബിന്റെ വാപ്പാന്റെ പേരെന്താ? നബിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. ഈ അബ്ദുള്ളാന്റെ സ്വന്തം ബ്രദറാണ് ആര്? അബ്ദുള്ളാന്റെ സ്വന്തം ബ്രദറാണ് ആര്? അബൂലഹബ്. മനസ്സിലാവുണ്ടോ? അബ്ദുള്ളാന്റെ സ്വന്തം ബ്രദറാണ് ഈ അബൂലഹബ്, സ്വന്തം ബ്രദർ. അപ്പൊ അവിടെ ഈ അബൂലഹബ് ഉണ്ടല്ലോ, ഈ അബൂലഹബ് നബിന്റെ എളാപ്പ അല്ലെങ്കിൽ നബിന്റെ മൂത്താപ്പ, നബിന്റെ നേരെ വാപ്പ. നിങ്ങളൊന്ന് ആലോചിക്കണേ, നിങ്ങളുടെ വാപ്പല്ലേ, നിങ്ങളുടെ വാപ്പാന്റെ ജ്യേഷ്ഠൻ, അനിയൻ അല്ലെ? അങ്ങനത്തെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മൾ പറയാം എളാപ്പ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മൂത്താപ്പ എന്ന് വിളിക്കും, അല്ലെ? എങ്ങനെയൊക്കെയല്ലേ നമ്മൾ വിളിക്കുക? എന്നാൽ അങ്ങനെ അത്രയും ബന്ധമുള്ള ഒരാളാണ് നബിനെ ആദ്യമായിട്ട് എതിർക്കണേ. എന്നിട്ട് ആ കയ്യണ്ട് കുടഞ്ഞിട്ട് പറഞ്ഞു, തബ്ബല്ലക്കയ്യ മുഹമ്മദ്, നിനക്ക് നാശം. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചുകൂട്ടിയെ? ആന്റെ ഒരു ദാവത്ത്, ഇത് വലിയൊരു പ്രവാചകൻ വന്നിക്കണ് അല്ലെ? ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. അപ്പൊ നബിക്ക് വലിയ വിഷമായി. കാരണം എന്താ? എല്ലാരും മുന്നിലും അല്ലേ പറയണേ, അല്ലെ? നമ്മളെ എല്ലാരും മുന്നിലും വെച്ചിട്ട് നമ്മളെ എളാപ്പയും മുത്താപ്പയോ ഒന്നിങ്ങനെ കളിയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമുക്ക് വേദനിക്കൂലേ? നമ്മളെ മനസ്സ് വേദനിക്കൂലേ? നമുക്ക് പ്രയാസം ഉണ്ടാവൂലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ 40 വയസ്സുണ്ട്, അപ്പോഴാണ് എല്ലാവരും മുന്നിലും വെച്ചിട്ടും കളിയാക്കണത്, അല്ലെങ്കിൽ ഈ രൂപത്തില് ചീത്ത പറയണത് നബിനെ. നബിക്ക് വിഷമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമം വന്നു. പക്ഷേ നബിനെ സമാധാനിപ്പിച്ചു ആര്? ആകാശത്തിന്റെ നാഥൻ, ലോകത്തിന്റെ നാഥൻ, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തിറക്കാണ്, നബി ഞങ്ങളൊരു പേടിയും പഠിക്കണ്ട. നിങ്ങളെ മുന്നിൽ എന്നിട്ട് ആ കൈ കുടഞ്ഞിട്ടുള്ള ചെങ്ങായി ഉണ്ടല്ലോ, അബൂലഹബ്, തബ്ബത്, അവൻ നശിക്കട്ടെ, യദാ അബീലഹബിൻ, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. കാരണം നബിനെ അങ്ങനെ കൈ കൊണ്ട് കുടഞ്ഞിട്ട് നബിനെ കളിയാക്കിയതല്ലേ, അവൻ തന്നെ നശിക്കും, അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കാം. നേരെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇനിയോ രണ്ടാമത്തെ സംഭവം ഉണ്ട്. രണ്ടാമത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെടും. അവന്റെ സമ്പാദ്യങ്ങളുണ്ട്. ഇപ്പോ ഈ അബൂലഹബിനെ കുറിച്ചാട്ടോ അതിൽ കാര്യമായിട്ട് പറയണത്. അബൂലഹബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നബിന്റെ എളാപ്പ അല്ലെങ്കിൽ മുത്താപ്പ എന്ന് പറയണേ, ആ വ്യക്തിനെ കുറിച്ചാ പറയണത്. ആ വ്യക്തിനെ കുറിച്ച് പറയാണ്, അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അയാൾക്ക് മക്കളുണ്ട്, പക്ഷേ ഈ സമ്പാദ്യമോ മക്കളോ ഒന്നും തന്നെ അയാൾക്ക് ഉപകാരപ്പെട്ടില്ല. ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കൂടി കേട്ടോളെ, എന്താന്ന് കൂടി കേട്ടോളെ. അതായത് ഇയാളെങ്ങനെ മരിക്കണേന്ന് അറിയോ? ഇയാളെങ്ങനെ മരിക്കണേന്ന് അറിയോ? വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഈ ബദർ യുദ്ധം നടന്നില്ലേ? നേരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ രസമുള്ള ഒരു കഥയാണേ. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഇയാള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഇയാള് ഭയങ്കര പേടിയാണ് ഇയാൾക്ക്. നമ്മളെന്താ പറയുക, പേടിത്തൂറി എന്നൊക്കെ പറയില്ലേ? അങ്ങനെ പറയാന്നറിയില്ല അല്ലെ? എല്ലാരും ചിലപ്പോ അങ്ങനത്തെ വാക്കുകൾ പറയുക. നമ്മളെ നാട്ടിലൊക്കെ പറയും പൊതുവെ, പേടിയുള്ള ആൾക്ക്, അയാൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ബാക്ക് കൂടി വരെ പോകും. അയാൾക്ക് പേടിച്ചിട്ടേ മുന്നിൽ കൂടി ബാക്ക് കൂടി ഒക്കെ പേടിച്ച് മൂത്രയിക്കാന്നൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള ഒരു ചങ്ങായി, വലിയ ധൈര്യശാലിയായിട്ട് വരും, എന്നാ ഒന്നിനും ധൈര്യം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചങ്ങായി. ഇയാള് ബദർ യുദ്ധത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോ ഇയാളെ വിളിച്ചപ്പോ ഇയാള് മെല്ലെ കട്ടിലിനോട്ടിൽ പോയി ഒളിച്ചിക്കാന്നറിയില്ലേ? ഇയാള് വന്നില്ല. ഇയാള് വന്നില്ല എന്ന് മാത്രല്ല, വേറൊരാളെ പറഞ്ഞേക്കാണ്, എന്റെ പകരം ഇജ്ജ് വയ്ക്കു പറഞ്ഞ്. ഇയാള് മെല്ലെ മുങ്ങി, വിദഗ്ധമായി മുങ്ങി അറിയില്ലേ? അങ്ങനെ ഇയാള് മുങ്ങിയിട്ട് യുദ്ധത്തില്, ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ആരാ ജയിച്ചത്? മുസ്ലിങ്ങൾ ജയിച്ചു അല്ലെ? മുസ്ലിങ്ങളല്ലേ ജയിച്ചേ? ആ, ശത്രുക്കള് പരാജയപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങൾ ജയിച്ചപ്പോ ഇവര് ഇതറിഞ്ഞിട്ടില്ല, ഈ അബൂലഹബ് ഒന്നും അറിഞ്ഞിട്ടില്ല. അബൂജഹലൊക്കെ മരിച്ചു. ബദർ യുദ്ധത്തിൽ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അഥവാ മക്കയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരിച്ചു. എല്ലാരും സഹാബിമാര് കൊന്നു. കാരണം എന്താ? ഒരു വലിയ ആൾക്കാരായിട്ട് വന്നതാ, മുസ്ലിമിങ്ങളൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തിയവരാ. പല സ്വഹാബിമാരെയും മുസ്ലിമായതിന്റെ പേരിൽ കൊന്നവരാണ് അല്ലെ? മഹതിയായ സുമയ്യ ബീവിനൊക്കെ 2 കാലിട്ട് വലിച്ചിങ്ങോട്ട് പറിച്ചിട്ട് അവരുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തങ്ങോട്ട് കയറ്റിയിട്ട് കൊന്നതാണ്.
എത്രയെത്ര സ്വഹാബിമാരെ വാളുകൊണ്ട് വെട്ടിയിട്ടും കുന്തം കൊണ്ട് കുത്തിയിട്ടൊക്കെ കൊന്നിട്ടുണ്ട്. അന്ന് ഒരു വലിയ ആൾക്കാരായിരുന്നു. പക്ഷെ യുദ്ധത്തിന് സഹാബത്തിനോട് കിട്ടിയപ്പോണ്ടല്ലോ അങ്ങോട്ട് തീർത്തു, തീരുമാനാക്കി കൊടുത്തു. ഈ അബൂജഹലിനെയും മുത്തുബത്തിനെ ഷെയ്ബത്തിനെ ഒക്കെയും കൊന്നു. ഓരൊക്കെ വലിയ ആൾക്കാരായിട്ട് വന്നതാ. ഞങ്ങളെല്ലാരും മുസ്ലിമിനെയും കൊല്ലും, സ്വഹാബിമാരെയും കൊല്ലും, മുഹമ്മദിനെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആവേശത്തിൽ വന്നതാ. എന്നാൽ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മുസ്ലിമീങ്ങൾ ഇവരെ എക്കട് പരാജയപ്പെടുത്തി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ്, കേട്ടോളിട്ടോ, യുദ്ധം കഴിഞ്ഞിട്ട് ആരോ വന്ന് പറയാണ് ഇങ്ങനെ മുസ്ലിമീങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഇത് കേട്ടതും ഇയാൾക്ക് ദേഷ്യം വന്നു. ആർക്ക്? ഈ അബൂലഹബിന് ദേഷ്യം. ഈ അബൂലഹബ് അത് പറഞ്ഞ ആളടിച്ചു. ചെറിയൊരു തർക്കം, വലിയൊരു സംഭവമാണ്, ചുരുക്കി പറയാം. ഇത് കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവള് മനസ്സുകൊണ്ട് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നു, ഞാൻ അവരുടെ പേരൊന്നും പറയില്ല. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഒരു കല്ലെടുത്തിട്ട് അബൂലഹബിന്റെ തലമൊക്കെ ഒരു അറ്റടിയാ. അങ്ങനെ അങ്ങനെ ആകെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുക. ഇതിപ്പോ ഇവിടുന്ന് അപ്പൊ ഇത് കിട്ടിയത് എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോഴേക്ക് രക്തമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ഇയാൾക്ക് ഇങ്ങനെ ആകെ അന്തംവിടലായി. കാരണം തലക്കടൽ കിട്ടിക്കണേ. നമ്മക്കുണ്ടല്ലോ, തല എവിടെയെങ്കിലും കൊണ്ടേ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതിപ്പോ ഏതാ ലോകം ഒന്നും മനസ്സിലാവണില്ലല്ലോ അല്ലെ. അങ്ങനെ ആയിരിക്കും നമ്മളിരിക്കുക. ഇതേപോലെ അബൂലഹബിന് തലക്കൊന്നിട്ട് കിട്ടിയപ്പോ ആകെ അങ്ങനെ അങ്ങനെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഭൂമിയൊക്കെ ആകെ ഇങ്ങനെ കറങ്ങാൻ പോലെ അയാൾ അവിടെ വീണു. പിന്നെ നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തില് ഇയാളെ തല പൊട്ടിയിട്ട് അവിടെ പിന്നെ മുറിവായി. ആ മുറിവ് ഇങ്ങനെ പഴുത്ത് 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 അവസാനം ഇയാളെ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിലെത്തി. അയാളെ മുറിവ് പഴുത്തിട്ട് ഒരുമാതിരി ദുർഗന്ധം വരാൻ തുടങ്ങി. എന്നിട്ട് ഇയാളെ ഒരു കുഴിയിൽ കൊണ്ടുപോയിട്ടു. അയാളെ കുഴിയിലാണ് മരിച്ചു വീടായത്. ഇയാൾക്ക് ഇയാളുടെ ഒരു സമ്പത്തും ഉപകാരപ്പെട്ടില്ല. ഇയാള് വലിയ സമ്പത്ത് കിട്ടാൻ വേണ്ടി വിചാരിച്ചിട്ടാണല്ലോ ഇപ്പോ ഓരോ കൂടെ കൂടിയത്. ഇനി ഇയാളുടെ മക്കളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാലോ, ഇയാൾക്ക് 3 മക്കളുണ്ടായിരുന്നു. ഉത്തുബയും ഉത്തൈബയും മിഅ്തബും. 3 മക്കളാട്ടോ. ഞാൻ ഓരോരുത്തരെയും എടുത്തു പറയണില്ല. ഉത്തുബ, ഉത്തൈബ, മിഅ്തബ്. അതിൽ ഒരാൾ എന്ത് ചെയ്തു വെച്ചാല് ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു. മറ്റേയാൾ എന്ത് ചെയ്തു വെച്ചാൽ അയാള് മരണപ്പെട്ടു. അയാള് ഇതായി. വേറെ ഒരാളുടെ സംഭവം ഉണ്ട്. അയാള് ഉത്തൈബ എന്ന് പറയുന്ന ആൾ. ഉത്തൈബയാണോ ഉത്തുബയാണോ എനിക്ക് സംശയമുണ്ട്. നേരെ കേട്ടോ എടുക്കോ. ഇയാള് പിന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നബി ഇങ്ങനെ ദഅവത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അഥവാ അള്ളാഹിനെ ഇങ്ങനെ പരിചയപ്പെടുത്ത ആളുകളോട് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ വന്നിട്ട് നബിന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പല. നബിന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പല്. ഒരാളെ മുഖത്തേക്ക് തുപ്പാന്ന് പറഞ്ഞാൽ എത്ര വലിയ മോശമാണ് അയാൾ ചെയ്തത് അല്ലേ. എല്ലാവരും മുന്നിൽ അത് ചെയ്തത്. നബിക്ക് വലിയ സങ്കടം വന്നു. കാരണം എന്താ, നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളെ മുഖത്തേക്ക് ആരെങ്കിലും തുപ്പിയാൽ, എല്ലാവരുടെ ഇടയിലും നമ്മുടെ മുഖത്തേക്ക് തുപ്പിയാൽ അങ്ങനെ ഉണ്ടാവും. മനസ്സ് വേദനിക്കൂലേ, നമുക്ക് വിഷമാവൂലേ, പ്രയാസാവൂലേ, സങ്കടം വരൂലേ. നബിക്കും വന്നു, സങ്കടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്. നബി അങ്ങനെ എല്ലാവർക്കെതിരെയൊന്നും പ്രാർത്ഥിക്കാറില്ല. ഇയാൾ അത്രയും വലിയ ഒരു കാര്യം ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, റബ്ബേ നിന്റെ കിലാബുകളിൽപ്പെട്ട ഒരു കിലാബിനെ കൊണ്ട് ഇവനെ നീ പരീക്ഷിക്കണേ. കിലാബ്, കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നായ. ഈ നായ വിഭാഗത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഒന്നിനെ കൊണ്ട് നീ പരീക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇനി കേട്ടോളിട്ടോ, ഇത് ഈ തുപ്പിയ ചങ്ങായി അറിഞ്ഞു. നബി പിന്നെ അയാൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. ഇയാൾക്ക് പെരുമ്പേടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച എന്തായാലും നടക്കും. ഇയാളാകെ ബേജാറായി. ഇയാൾ ബേജാറായി എന്ന് മാത്രല്ല, ഇയാള് പിന്നെ എങ്ങോട്ടും ഇറങ്ങൂല. ഇയാൾ പുറത്തിറങ്ങൂല. ഇയാൾ പേടിച്ചിരിക്കാൻ തുടങ്ങി. ഇയാൾ പേടിച്ചിരുന്നു എന്ന് മാത്രല്ല, ഇയാൾ എങ്ങോട്ട് പോകാതെ എങ്ങനെ വീട്ടിലിരിക്കുക. ഇയാൾ പുറത്തിറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ അബൂലഹബ് സമ്മതിക്കൂല, വാപ്പ സമ്മതിക്കൂല. ഈ പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ അബൂലഹബ് സമ്മതിക്കൂല. അബൂലഹബ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും വിടൂല, നിന്നെ വിടൂല, നീ പുറത്തു വേണ്ട എന്ന് പറഞ്ഞിരിക്കും. നീ പുറത്തു വേണ്ടെന്ന് പറയും. അങ്ങനെ അബൂലഹബ് മകനെ എങ്ങോട്ടും പറഞ്ഞേക്കാതെ വീട്ടിലിരുത്തണം. കാരണം എപ്പോഴാണ് ഈ മകൻ പിന്നെ ശത്രുക്കളുടെ മുന്നിൽ പെട്ടുപോകാന്ന് അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് നിൽക്കും. ഒരു ദിവസം കുറച്ച് ആൾക്കാർ വന്നു. ആരടുത്ത്? ഈ അബൂലഹബിന്റെ അടുത്ത് വന്നു. അബൂലഹബിന്റെ, നിങ്ങൾ കേൾക്കണില്ലേ? മനസ്സിലാവണില്ലേ മക്കളെ? കഥ മനസ്സിലാവണില്ലേ? ആ ഓക്കെ.
നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നല്ല ശ്രദ്ധിക്കണേ. കുറച്ച് ആൾക്കാർ അബൂലഹബിന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ മകനെയും പിടിച്ച് ഇങ്ങനെ ഇരിക്കണേ? ആ മുഹമ്മദ് ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറൊന്നും വേണ്ട, നമ്മളില്ല ഇവിടെ, നിങ്ങളൊരു പേടിയും പഠിക്കണം, അങ്ങോട്ട് ഓനെ പേടി, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങളൊരു സ്ഥലം വരെ പോട്ടെ, ഞങ്ങൾ സിറിയ, അതായത് ഒരു കച്ചവട സംഘത്തിലേക്ക് പോവുകയാണ്, അപ്പൊ കച്ചവടത്തിന്റെ ഇതില് ഞങ്ങൾ ഓനെയും കൊണ്ടുപോകാം, ഓനും പോന്നോട്ടെ നമ്മളെ കൂടെയാണ്. അബൂലഹബ് ആദ്യം സമ്മതിച്ചില്ല. അത് വേണ്ട വേണ്ട, ഓൻ ഇവിടെ നോട്ടിയാണ്. ഇല്ല, ഞങ്ങളെല്ലാരും ഇല്ല, നിങ്ങൾ എന്തിനാ പേടിക്കണേ, നമ്മൾ സഹായിക്കും, ഒരു പേടിയും പേടിക്കണ്ട, ഓന്റെ പോറല് പോലും മരിക്കൂല, ഒരു രോമത്തുമ തൊടൂല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് കൊണ്ടുപോയി. സാധുവിനെ അറിയില്ലല്ലോ കൊല്ലാൻ കൊണ്ടുപോകാണ്. ഇയാള് പോയി കുറച്ചാണ്ട് കഴിഞ്ഞ് ഇവര് കുറെ യാത്ര ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തി. ഒരു മലയുടെ ഭാഗത്തായിരുന്നു അത്. അപ്പൊ രാത്രിയായി. ഈ മലയുടെ ഭാഗത്ത് ഇയാളെ കിടത്തി. ആരെ? ഈ അബൂലഹബിന്റെ മകനെ അവിടെ കിടത്തി. മകനെ കിടത്തിയിട്ട് അതിന്റെ ചുറ്റും ആൾക്കാർ എന്ത് ചെയ്തു? കിടന്നു. കാരണം വേറെ ആരും ഇയാളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഈ അബൂലഹബിന്റെ മകനെ നടുവ് കിടത്തിയിട്ട് അതിന്റെ ചുറ്റും എന്ത് ചെയ്യും? ആൾക്കാരിരുന്നു. ഓരവിടെ അങ്ങനെ കടന്നു. അങ്ങനെ സമയം ഇങ്ങനെ കഴിഞ്ഞു, എല്ലാവരും ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. നല്ല ഇരുട്ടുള്ള സമയമാണ്. ഒരു ഒരു ശബ്ദം പോലും കേൾക്കണില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എല്ലാവരും സമാധാനത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ട് ഒരു സിംഹണ്ട് വന്നിക്കുന്നു. സിംഹം വന്നിട്ട് ആ മല ഇറങ്ങിയിട്ട് നേരെ വന്ന് ഈ അബൂലഹബിന്റെ മകന്റെ കഴുത്തിൽ ഒറ്റ കടിയാ. എന്നിട്ട് അയാളെയും പിടിച്ചിട്ട് അങ്ങനെ കയറ്റി കൊണ്ടുപോയി. അത് വലിച്ചണ്ട് കൊണ്ടുപോയി. ആൾക്കാരെല്ലാരും നോക്കി നിന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സിംഹമാണ് അല്ലെ. നായൊക്കെയാണെന്നുണ്ടെങ്കിൽ പോ നായ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കല്ലെടുത്തെറിഞ്ഞാൽ തീരുമാനമാകും. ഇത് സിംഹമാണെങ്കിൽ എല്ലാവർക്കും കിട്ടും അല്ലെ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഇയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ അയാൾ നബിനെ തുപ്പിയതാണല്ലോ. നബിനെ തുപ്പാന്ന് പറഞ്ഞാൽ ഒരു തുപ്പലിന്റെ വിഷയമല്ല ഇവിടെ. ഒന്ന് തുപ്പിയാൽ ഇപ്പൊ എന്താ പ്രശ്നം എന്നല്ല, ഒരാളെ നിന്ദിക്കുന്നതിന് തുല്യാണ്, അയാളെ മോശമാക്കുക. അത് മാത്രമല്ല, ഒരുപാട് ഉപദ്രവം അയാള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ അയാൾക്ക് വന്നു. അപ്പൊ ഈ പറഞ്ഞെന്താന്ന് വെച്ചാല്, അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു നിലക്കും അയാളുടെ സമ്പത്തോ അയാളുടെ മക്കളോ ഉപകാരപ്പെട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല. ഓന്റെ സ്വത്തുക്കളോ അവനക്ക് ഉപകാരപ്പെട്ടില്ല, അവന്റെ മക്കളും ഉപകാരപ്പെട്ടില്ല, ആരും ഉപകാരപ്പെട്ടില്ല. മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? ഇനി മൂന്നാമത്തെ കേട്ടോ. ഇനി ഈ ഒരു അബൂലഹബ്, ഈ അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ആർക്കാ പറയാൻ പറ്റുക? ഞാൻ ഇത് ഓണാക്കി തരാം. അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താ പറഞ്ഞാണി? ആർക്കറിയാൻ നോക്കട്ടെ. അബൂലഹബിന്റെ ശരിക്കുള്ള പേര് അബൂലഹബിന്റെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? അബൂലഹബ് എന്ന് അയാളുടെ വിളിപ്പേരാണ്, ശരിക്കും അബൂലഹബ് എന്നല്ല. ഇവിടെ ഒരാൾ ഇട്ടിട്ടുണ്ട്, അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ, ആയിഷ ഐസ. ഓക്കെ, അഹ്സൻതി. അതാണ് അബ്ദുൽ ഉസ്സ എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേര്. അല്ല സോറി, അബ്ദുൽ മുത്തലിബ് അല്ല, അബൂലഹബ്. ഈ അബൂലഹബിന്റെ ശരിക്കുള്ള പേര് അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സ, അബ്ദുൽ ഉസ്സ. ഈ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന അബൂലഹബിന് അബൂലഹബ് എന്നുള്ള പേര് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? അത് കേട്ടോളി. അബൂലഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാള് ഭയങ്കര ഗ്ലാമർ ഇരുന്നു ഇത്രേ. ഇയാള് ഭയങ്കര ഗ്ലാമറാ, മൊഞ്ചെന്നൊക്കെ പറയില്ലേ നമ്മള്. അങ്ങനെ ഇയാള് ഭയങ്കര ചൊറുക്കുള്ളായിരുന്ന. അപ്പൊ എല്ലാരും, ലഹബ് എന്ന് പറഞ്ഞാൽ ജ്വാല എന്നാണ് അതിന്റെ അർത്ഥം. ജ്വാല, പ്രകാശം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ ഈ അബൂലഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വാലയുള്ളവൻ, പ്രകാശമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്തത്? ഇയാൾക്ക് പേര് കിട്ടിയത്. അബൂലഹബ്, ജ്വാലയുള്ളവൻ, നല്ല മുഞ്ചുള്ളവൻ എന്നൊക്കെ പറയില്ലേ നമ്മളല്ലേ, സുന്ദര എന്നൊക്കെ വിളിക്കൂലേ നമ്മള്, സുന്ദരൻ. അതേപോലെ തന്നെ വേറെന്താ പറയാം?
എന്താ പറയാ, ആ ആ ആ മൊഞ്ചൻ എന്നൊക്കെ പറയണേ പ്രയോഗല്ലേ. ആ ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ അങ്ങനെ വിളിപ്പേരാണ് ഈ അബൂലഹബ്. സൗന്ദര്യമുള്ളയാൾ, ഏ പിന്നെ മൊഞ്ചുള്ളയാൾ, ഗ്ലാമർ ഉള്ള ആൾ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നിങ്ങളെ പോലത്തെ ഒരാൾ എന്നുള്ള നിലക്ക് കേട്ടോ. നിങ്ങളൊക്കെ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്. അല്ലോ അല്ലേ 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 ബ്രോ അല്ലേ? ആ ഓക്കെ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാ മാഷാ അല്ലാ. അപ്പൊ ഏതായിരുന്നാലും ഇത് കേട്ടോളിയേ, കേട്ടോളി. ഈ അബൂലഹബിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറാനിൽ പറഞ്ഞ എന്താണെന്നറിയോ? അയാൾ തീജ്വാലകളുള്ള നരകത്തിൽ കടന്നെരിയും. സയസ്ലാ നാറൻ ദാത ലഹബ്. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ കടന്നെരിയുന്നതാണ്. ആര്? ഈ പറഞ്ഞ അബൂലഹബ്. ശരിക്കും ഈ സൂറത്ത് മുഴുവൻ അബൂലഹബിനെ കുറിച്ച്, അബൂലഹബിന്റെ കുടുംബം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാന്ന് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൂടി ഞാനത് പറഞ്ഞുതരാം. ഇയാൾ എന്തൊക്കെ നബിനെ കുറിച്ച് ചെയ്തിരുന്നതെന്ന് അറിയോ? നിങ്ങൾ കേട്ടുക്കണോ? നബിന്റെ അയൽവാസിയാണ് ഇയാൾ. ഏയ് അയൽവാസിയല്ലേ, നെയ്ബറാ. നബിക്കും ഇയാൾക്കും കൂടി ഒരു ചുമരാളുള്ളത്. അത്രയും അടുത്ത ഇതെന്ന് പറയില്ലേ, അത്രയും അടുത്ത്. കുറെ അപ്പുറത്തല്ല, നെയ്ബർ എന്ന് പറഞ്ഞിട്ട് കുറെ അപ്പുറത്തല്ല, തൊട്ടടുത്ത ചുമര്. അത്രയും അടുത്താണ്. അത്രയും അടുത്തുള്ള ഇയാൾ നബിനെ ഒരുപാട്, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ആരാന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസിയാണ് അല്ലെ. നമ്മളുമായിട്ട് ഏറ്റവും അടുത്തുക്കുന്ന ആൾക്കാരാണല്ലോ ഏറ്റവും അയൽവാസിയായിട്ടുണ്ടാവുക. ഓരാണല്ലോ നമ്മളെ സഹായിക്കുക. എന്നാൽ ആ സഹായിയായ ഈ അബൂലഹബ് നബിനെ സഹായിച്ചില്ല എന്ന് മാത്രല്ല, നബിനെ എല്ലാ സമയത്തും ഉപദ്രവിക്കും. എന്തൊക്കെ ചെയ്തിരുന്നെന്നറിയോ? എന്തൊക്കെ ചെയ്തിരുന്നേ അറിയോ? അയാളുടെ വീട്ടിലത്തെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് നേരെ നബിന്റെ വീട്ടിൽ കൊണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കാണും. അപ്പുറത്തെ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും അവിടുത്തെ കുട്ടി അപ്പിട്ടതും ഒക്കെ കൂടി നമ്മളെ വീട്ടിൽ കൊടുത്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അവിടുത്തെ ഭക്ഷണത്തിന്റെ വേസ്റ്റും അതേപോലെ തന്നെ പിന്നെ അടിച്ചു വാരിയതിന്റെ വേസ്റ്റും ഒക്കെ കൂടി നമ്മളെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മളെ അടിച്ചു ഓടിക്കൂലേ അവിടെ? അല്ലേ? ഇതെന്താ നമ്മളെ വീടിന്റെ വേസ്റ്റ് ബോക്സാ ചോദിക്കൂലേ നമ്മള്? ആ എന്നാല് നബിന്റെ വീട്ടിൽ ഇതൊക്കെ കൊടുന്നിടും. നബി നടന്നു പോണ സമയത്ത് നബിന്റെ തലമ കൂടി കൊണ്ടുപോയിടും. നബി ഒരു പാവാണല്ലോ, നബി ആരും ഒന്നും പറയില്ല, ഒന്നും പറയില്ല. നബി എന്നിട്ട് ഒരു ദിവസം വല്ലാതെ വന്നപ്പോ ചോദിച്ചു, എന്താ അയൽവാസികളെ നിങ്ങൾ ഇങ്ങനെ, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ? നിങ്ങൾ നമ്മുടെ അയൽവാസികളല്ലേ, നമ്മൾ പരസ്പരം ഒരു ബന്ധം വേണ്ടേ? നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് നബി സ്നേഹത്തോടു കൂടി പറഞ്ഞു. അപ്പോഴും ഇയാൾ നബിനെ ഉപദ്രവിക്കുക ചെയ്തു. നബിന്റെ മേത്തു കൂടി ശരീരത്തു കൂടി ഒക്കെ എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള വേസ്റ്റ് ഒക്കെ കൊടുന്നു വിട്ടു. പിന്നെ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ ബീവി ഒരു കുട്ടിനെ പ്രസവിച്ചു. ഖദീജ ബീവി ഒരു കുട്ടിനെ പ്രസവിച്ചു. ഈ പ്രസവം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഈ കുട്ടി മരിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഖദീജ ബീവിന്റെ കുട്ടി മരിച്ചതൊക്കെ? കുട്ടി മരിച്ചു. കുട്ടി മരിച്ചു. സ്വാഭാവികമായിട്ടും ഒരാൾ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ അയൽവാസികളാണെങ്കിൽ എന്നിട്ട് എന്താ പറയാ? നിങ്ങള് ക്ഷമിക്കുങ്ങള് അല്ലെ, പടച്ചോന്റെ ഒരു വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും അല്ലെ. നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ കരയല്ലേ എന്നൊക്കെ അല്ലേ പറയാ. എന്നാൽ ഈ ശൈത്താൻ ചെയ്ത എന്താണെന്നറിയോ? ഈ അബൂലഹബ് വന്നിട്ട് പറയാണ്, ബത്തറ മുഹമ്മദ്, ബത്തറ മുഹമ്മദ്, മുഹമ്മദിന്റെ കുട്ടി മരിച്ചേ, മുഹമ്മദിന്റെ ആൺകുട്ടിയില്ലേ ആ കുട്ടിയൊക്കെ മരിച്ചു, ഓനക്ക് അല്ലെങ്കിലും ഉണ്ടാവില്ലാന്ന്. ഓൻ അങ്ങനെ തന്നെ, ഓനക്കൊരു പാരമ്പര്യം ഇല്ലാത്തൊരു ചങ്ങായിയാണ്, ഓനെ കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരോടും കളിയാക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര വലിയ വിഷമം ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മളെ കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അതിനെങ്ങനെ കളിയാക്കിയിട്ട് പറഞ്ഞാൽ നമുക്ക് വേദനിക്കൂലേ? ഇങ്ങനെ നബിനെ പ്രയാസപ്പെടുത്തിയ ഒരാൾ, കാണുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടിച്ച ഒരാൾ, എല്ലാ ബുദ്ധിമുട്ടുകളും നൽകിയ ആള്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഇയാൾക്കെതിരെ ആയത്തിറക്കി, സൂറത്തിറക്കി, അയാളുടെ കുടുംബത്തിനെതിരെ സൂറത്തിറക്കി. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഈ അബൂലഹബിന്റെ വിഷയം വരുന്നത്. ഓക്കെ, റെഡി? എന്നാ ബാക്കി വായിച്ചോ. സയസ്ലാ നാറൻ ദാത ലഹബ്. സയസ്ലാ നാറ, അയാൾ എന്ത് ചെയ്യും? തീയിൽ കടന്നെരിയും. ദാത ലഹബ്, തീജ്വാലകളുള്ള വലിയ വലിയ നരകാഗ്നിയിൽ എന്ത് ചെയ്യും? അയാൾ കടന്നെരിയുക തന്നെ ചെയ്യും. കാരണം അത്രയേറെ ഉപദ്രവം നബിയെയും കുടുംബത്തെയും സഹാബത്തിനെയും ഒക്കെ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പറയാണ്, വംറഅതുഹു, അവന്റെ ഭാര്യയും.
ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭാര്യ എന്നല്ല, പെണ്ണ് എന്നാണ് പറയാ. വമ്രത്തു അവന്റെ പെണ്ണ് അഥവാ അവന്റെ ഭാര്യയും ഹമ്മാലത്തുൽ ഹത്തബ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ. അവന്റെ ഭാര്യയും ഈ ചക്കിക്കൊത്ത ചങ്കരം എന്ന് കേട്ടുക്കണം. ചക്കിക്കൊത്ത ചങ്കരം എന്ന് പറയും. എന്താണ് ചക്കിക്കൊത്ത ചങ്കരം എന്ന് പറഞ്ഞാൽ? മാപ്പിളയും കണക്കാണ്, പെണ്ണുങ്ങളും കണക്കാണ്. അങ്ങനത്തെ രണ്ടെണ്ണാണിത്. ഈ ഭർത്താവിന് യോജിച്ച ഒരു സാധനം തന്നെയാണ് അതിന്റെ ഭാര്യ. ആ ഭാര്യന്റെ പേരെന്താണെന്നറിയോ? ഉമ്മു ജമീൽ എന്നാ. ഉമ്മു ജമീൽ. വേണമെങ്കിൽ എഴുതിയേക്കോളി, ഇങ്ങനെ തൊള്ളിയും കാട്ടിക്കണ്ട, വേഗം എഴുതിക്കോളി, അതൊന്നും പിന്നെ കിട്ടൂല. ഉമ്മു ജമീൽ വേഗം എഴുത്. ഉമ്മു ജമീൽ. ഈ അബൂലഹബിന്റെ ഭാര്യന്റെ പേരാണ് ഉമ്മു ജമീൽ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലടോ? മനസ്സിലാവണുണ്ടോ? ഉണ്ടോ? ഓക്കെ. ഈ ഉമ്മു ജമീൽ എന്ന് പറഞ്ഞ പെണ്ണെന്താ തയ്യാന്നറിയോ? നബിനെ വല്ലാത്ത ദേഷ്യാണ് ഈ പെണ്ണിന്. ഈ സൂറത്ത് ഉണ്ടല്ലോ, ഈ സൂറത്ത് അവതരിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി. അയാളുടെ ആ പെണ്ണിന്റെ ഭർത്താവിനെതിരാണല്ലോ ഇപ്പൊ ഈ സൂറത്ത് ഇറങ്ങിയത്. ഈ പെണ്ണെന്ത് ചെയ്യാണ്? ദേഷ്യം വന്നിട്ട് നബിനെ അന്വേഷിച്ച് നടക്കണം. ചരിത്രത്തിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഈ പെണ്ണ് അവിടെ വന്നു. എന്നിട്ട് പറയാണ് അബൂബക്കറിനോട്, എവിടെ മുഹമ്മദ്? എവിടെ മുഹമ്മദിനെ കണ്ടാണല്ലോ, ഓനെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്തൊക്കെയാണ് പിന്നെ പിന്നെ ഖുറാനിലെന്ന് പറഞ്ഞിട്ട് വന്നിക്കണത്? എന്റെ ഭർത്താവിന് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്റെ ഭർത്താവിനെ ശപിച്ചുകൊണ്ടുള്ള വാക്കുകളല്ലേ വന്നത്? ഞാൻ മുഹമ്മദിനെ കണ്ടാൽ ഞാൻ ഓനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നബി അവിടെ ഇരിക്കണുണ്ട്. നബി അവിടെ ഇരിക്കണുണ്ട്. ഈ പെണ്ണിനെ കാണില്ല. എന്നിട്ട് ഇവിടെ പോയി. ഇവിടെ അവിടുന്ന് പോയപ്പോ അബൂബക്കർ എന്ന് ചോദിച്ചു, അല്ലേ നബിയെ, ഇവളിപ്പോ ഇതൊക്കെ വന്ന് പറയുമ്പോ നിങ്ങളെ കാണില്ല? അപ്പൊ നബി പറഞ്ഞു, ഓൾക്കിന്നെ കാണൂല. ഓളെ കണ്ണിനെ തൊട്ട് അള്ള മറച്ചു കളഞ്ഞിക്കാണ്, ഇന്നെ കാണൂല ഓൾക്ക്. അല്ലേ? അവിടെ അള്ളാന്റെ സംരക്ഷണമാണ്. ഈ പെണ്ണ് ഭ്രാന്തത്തിയായിട്ട് വരികയാണേ. അപ്പൊ അള്ളാഹു നബിനെ സംരക്ഷിച്ചു. അതാ ഞാൻ പറഞ്ഞേ, നബിനെ സംരക്ഷിക്കാൻ അള്ളുണ്ട്. അള്ള രക്ഷിക്കും എല്ലാ കാര്യത്തിലും. അത് നബിനെ മാത്രമല്ല കേട്ടോ, നമ്മളെ അള്ള രക്ഷിക്കും. നമ്മളും എന്ത് ചെയ്യണം? അള്ള പറഞ്ഞതുപോലെ ജീവിക്കണം. അള്ള പറഞ്ഞ പോലെ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഉമ്മാനനുസരിച്ചിട്ടും ബാപ്പാനെ സഹായിച്ചിട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മളെയും അള്ളാഹു സംരക്ഷിക്കും. അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. സംരക്ഷിക്കും. അള്ളാഹിന്റെ സംരക്ഷണം നമുക്കുണ്ടാവും, വിശ്വാസികൾക്കുള്ളതാണ്. അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് നബിനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. അല്ലാതെയും തന്നെ ഒരുപാട് നബിനെ കുറിച്ച് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ. ഓരോരുത്തർ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങളാട്ടോ മുഹമ്മദ് ഉണ്ടല്ലോ ഭയങ്കര സാധനം അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ മുന്നിലൊക്കെ എന്ത് ചെയ്യും? നബിനെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുക, കുറ്റങ്ങൾ പറയുക, അതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ള പെണ്ണ്. ആ പെണ്ണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓളൊറ്റക്കല്ല, അതായത് ഭർത്താവ് ഒറ്റക്കല്ല. ഭർത്താവ് ബേജാറാവണ്ട, ഞാൻ ഒറ്റക്ക് നരകത്തിലാകുമോന്ന് ബേജാറാവണ്ട, ഭാര്യ ഉണ്ട് ഒരുമിച്ച്. അല്ലെ? ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യും? ടൂറായിട്ട് പോയിക്കോട്ടെ നരകത്തേക്ക് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അല്ലേ? ഭർത്താവ് സ്വർഗത്തിലും ഭാര്യ നരകത്തിലും. അങ്ങനെയല്ല, ഭർത്താവും കണക്കാണ്, ഭാര്യയും കണക്കാണ്. രണ്ടാളും ഇസ്ലാമിനെതിരെ ഒരുപാട് പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർ നരകത്തിലാണ്. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയാണ്, ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. അത് ആ പെണ്ണിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. പൊതുവെ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് നേർക്ക് നേരെ തന്നെ അവൾ എന്ത് ചെയ്യും? ഈ പിന്നെ എന്താ പറയാ, ഈത്തപ്പനകൾ അതിന്റെ ഈ വിറകുകളൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് എന്നർത്ഥത്തിൽ പറഞ്ഞവരുണ്ട്. അതിൽ ശരിക്കുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവൾ ഇങ്ങനെ മറ്റുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നബിനെ എതിർത്തുകൊണ്ടുള്ള വാക്കുകളുമായിട്ട് നടക്കണ പെണ്ണാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, ഇതാണ് സൂറത്തുൽ മസദ്. അപ്പൊ സൂറത്ത് മസദ് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. സൂറത്ത് മസദ് എന്ന് പറഞ്ഞാൽ തബ്ബത്ത് എന്നും മസദ് എന്നും അബൂലഹബ്, സൂറത്തു അബീലഹബ് എന്നൊക്കെ ഈ സൂറത്തിന് പേരുണ്ട്. ഇതൊക്കെ സൂറത്തിന്റെ പേര് തന്നെയാണ്. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം. പിന്നെ ഈ സൂറത്തിലെ പരാമർശിക്കപ്പെട്ട ഈ അബൂലഹബ് ആരാന്ന് പറഞ്ഞു. അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താന്ന് പറഞ്ഞേ? മനസ്സിലാവണില്ലല്ലോ, ഓർമ്മയില്ലല്ലോ.
അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താ? ഞാൻ പറയും അബൂലഹബിന്റെ ശരിക്കുള്ള പേരെന്താ? അബ്ദുൽ ഉസ്സ അല്ലെ? അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ ഉസ്സയാണ്. അപ്പോ ഈ അബൂലഹബിന്റെ ഭാര്യന്റെ പേരെന്താ? ഓക്കെ ജമീലല്ല, ജമീല ഓടുന്നു. ഉമ്മു ജമീൽ കേട്ടോ. അവളെ ശരിക്കുള്ള പേര് അതൊന്നല്ല, ഉമ്മു ജമീൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഹിന്ദു അങ്ങനെ എന്താണ് അവളുടെ ശരിക്കുള്ള പേര്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ? അല്ലേ എല്ലാവർക്കും ഓക്കെ ആണോ? റെഡി? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തബ്ബത്ത് പഠിച്ചു, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ചരിത്രം മനസ്സിലാക്കി. എന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, ഡൗട്ട് ചോദിച്ചോ? എന്താണ് വേഗം ചോദിച്ചു? ആർക്കാണ് ഡൗട്ട് ഉള്ളത്? സൈനബ് മൈക്കോണാണ്, വേഗം ചോദിച്ചോ. സർ, അന്ന് അബൂലഹബിന്റെ കുട്ടികളുടെ പേരൊന്ന് പറഞ്ഞുതരോ? ഉത്തുബ, ഉത്തൈബ, മിഅത്തബ്. ഓക്കെ സർ. ഓക്കെ, ഇനി ആർക്കാ ഡൗട്ട് ഉള്ളേ? ഉത്തുബ, ഉത്തൈബ, മിഅത്തബ്. ഒരു ചോദ്യം, ഗൂഗിളിൽ അബൂലഹബിന്റെ ഫോട്ടോ ഉണ്ട്, അത് റിയൽ ആണോ? അല്ല, അത് റിയൽ ഒന്നല്ല. കാരണം അങ്ങനെയല്ലല്ലോ. ഒന്നാമത്തെ അന്ന് ഫോട്ടോ ഇല്ല. ഫോട്ടോ ഈ അടുത്ത കാലത്തല്ലേ ക്യാമറ ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അത് ആരോ ഒരാൾ വെറുതെ ഒരു ക്രൂര മനസ്സുള്ള ഒരാളായിട്ട് അയാളുടെ ഫോട്ടോ വെച്ചു എന്നല്ലാതെ പറഞ്ഞില്ല. ഓക്കെ, ഇഷാസൻഹ മൈക്കോണാക്ക ചോദിച്ചോ. മസദിന്റെ മീനിങ് എന്താ? എന്താണ് മസദ്? ഈത്തപ്പനനാരി. ഓക്കെ ഗുഡ്. നമുക്ക് ഇനി ബാക്കി പറയണം. എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്? വുളു എടുക്കണത് എങ്ങനെയെന്ന് പറഞ്ഞില്ല. നേരെ ശ്രദ്ധിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ചോ. വുളു എടുക്കണ രൂപം, അത് എവിടൊക്കെയാണ് പ്രത്യേകം സുന്നത്തുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ. നമ്മൾ വുളുവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാം വുളു സുന്നത്തായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്. വേഗം എഴുതിക്കോ, വേഗം നിങ്ങൾ എഴുതണേ. വുളു സുന്നത്തായ സന്ദർഭങ്ങൾ കേട്ടോ. വലിയ ബോർഡിലൊക്കെ എഴുതി തന്നിക്കണം, നിങ്ങൾ എഴുതിയാൽ മതി. വുളു സുന്നത്തായ സന്ദർഭങ്ങൾ. സന്ദർഭങ്ങൾ നാട്ടോ. അത് അതിലൊരു ബാ അല്ല, ബാ കല്യാണത്തിന് നിൽക്കാം പിന്നെ അല്ലേ? ഓക്കെ, സന്ദർഭങ്ങൾ എന്നാണ്. അതിൽ ബാ മിസ് ചെയ്യിക്കണേ. ഓക്കെ, റെഡി? വുളു സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടോ. വുളു അഥവാ നമ്മൾ എപ്പോഴൊക്കെയാണ് വുളു എടുക്കണ്ടേ? വുളു എപ്പോഴും എടുക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, വുളു എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് അല്ലേ കയ്യിൽ ഇങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ കയ്യിന്റെ ഭാഗത്ത് കൂടി ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. വായ കഴുകി കഴിഞ്ഞാൽ വായ കൊണ്ടുള്ളത് കിട്ടും. മുഖം കഴുകി കഴിഞ്ഞാൽ മുഖം കൊണ്ടുള്ളതൊക്കെ കിട്ടും അല്ലെ? ആ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി വുളു സുന്നത്തായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാ പറയുന്നത്. വുളു സുന്നത്തായ സന്ദർഭങ്ങൾ. ഓക്കെ, അതെന്തൊക്കെയെന്ന് കേട്ടോളിയും. പിന്നെ ഒന്ന് ഉറങ്ങാൻ പോണ സമയത്ത് അല്ലെ? ഇവിടെ ചോദ്യങ്ങൾ ഓരോരുത്തരുണ്ട്. എന്നാ കേട്ടോ, ഒന്നാമത്തെ എന്താന്ന് വെച്ചാല് നമ്മൾ അള്ളാനെ സ്മരിക്കണ സമയത്തൊക്കെ അള്ളാനെ കുറിച്ച് നമ്മൾ ദിക്ർ ചൊല്ലുക അല്ലെങ്കിൽ ഖുർആൻ ഓതുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യണം? വുളു എടുക്കൽ നല്ല കാര്യമാണ് അല്ലെ? എപ്പോഴും അള്ളാനെ സ്മരിക്കണത്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പോലും വുളു എടുത്തിട്ട് ഇരിക്കല നല്ലത്. കാരണം അള്ളാനെ ഓർക്കുന്ന ഒരു സദസ്സാണ്. നമ്മളൊരു ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുർആൻ പഠിക്കുകയാണ്, ദീനിയായ കാര്യങ്ങളിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ദീനിയായ കാര്യം ചർച്ച ചെയ്യാണ്. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? വുളു കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. ഒരു സംഭവം കേട്ടോ. ഒരിക്കല് മുഹാജിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മൂത്രമൊഴിക്കണം, വേറൊരു ഭാഗത്ത് ഇങ്ങനെ മൂത്രമൊഴിക്കണം. അപ്പോ പിന്നെ ഈ സ്വഹാബി എന്ത് ചോദിച്ചാൽ ചെന്നിട്ട് വസല്ലം
നബിനോട് സലാം പറഞ്ഞു, അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. മൂത്രയിക്കണേനോടത്തെ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ നബി അപ്പൊ ഒന്നും മിണ്ടിയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മൂത്രയിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നബി വുളു എടുത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്ത് ചെയ്തു? വഅലൈക്കും സലാം. അപ്പൊ ഈ സ്വഹാബി ആ ഗന്ധം വിട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ ഞാൻ ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുമ്പോഴൊക്കെ തൊഹൂറോട് കൂടി സ്മരിക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാത്ത ഞാൻ വെറുക്കണുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അവിടെ എന്തായി? ഒരാള് വുളു എടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ സലാം പറയാൻ പാടില്ല. ഇനി ഒരാള് സലാം പറയുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഓക്കെ. അപ്പോ നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹിനെ സ്മരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഓർമ്മിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ എന്താണ് എപ്പോഴും ഒതു കൊടുക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഓതുന്ന സമയത്ത്, അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അയാള് ഒതു കൊടുക്കലാണ് നല്ലത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് കേട്ടോളി. ഉറങ്ങണതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. നേരെ ശ്രദ്ധിച്ചോട്ടോ, എല്ലാവരും ശ്രദ്ധിക്കും. എഴുതണില്ലേ? രണ്ടാമത്തേതാണ് ഉറങ്ങുന്നതിന് മുമ്പ്. ഉറങ്ങണതിന് മുമ്പ് എന്ത് ചെയ്യണം? നേരെ ശ്രദ്ധിച്ചോ, ഉറങ്ങുന്നതിന് മുമ്പ് വുളു എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? എന്നുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് തെളിവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ ആദ്യം നബി എന്ത് ചെയ്യുന്നത്? വുളു എടുക്കും. എങ്ങനെയെങ്കിലും വുളു എടുക്കല്ല, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വുളു എടുക്കുക അതേപോലെ വുളു എടുക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയ്ക്ക് നിർവഹിച്ച് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വലതുഭാഗത്തേക്ക് ചെരിയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വളതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വബിനബിയിക അല്ലദി അർസൽത. അല്ലേ? ഈ ഒരു പ്രാർത്ഥന ചൊല്ലി അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാളേത് നല്ല ഒരു മരണമാണ്, അയാൾക്ക് സ്വർഗം ഉണ്ടാകും. എന്താ വേണ്ടേ? ഉറങ്ങണീന് മുമ്പ് ഒരാൾ വുളു എടുക്കണം. നമ്മളോ ഉറങ്ങണീന സമയം മൂത്രയിക്കോ? മൂത്രയിക്കും. എന്നിട്ടോ മൂത്രയിച്ചിട്ട് കഴുകും. എന്നിട്ടോ മുഖം കഴുകും. എന്നിട്ടോ കാല് കഴുകും. എന്നിട്ടോ കൈ കഴുകും. എന്നിട്ടോ തിരിച്ചു പോരും. എന്നാ കയ്യും കഴുകണ്ട്, മുഖവും കഴുകണ്ട്, കാലും കഴുകണ്ട്, പിന്നെന്താ വുളു എടുത്തൂടെ മനുഷ്യന്മാരെ? അല്ലേ? കയ്യും കഴുകണ്ട്, കാലും കഴുകണ്ട്, എല്ലാം കഴുകണ്ട്. എന്നാ പിന്നെ ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാല് എല്ലാ കൂലിയും കിട്ടിയില്ലേ? നമുക്ക് കൂലി കിട്ടുന്ന കാര്യല്ലേ? നമ്മൾ വുളു എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഉറങ്ങി, എന്നിട്ട് നമ്മൾ അതിൽ അങ്ങനെ മരിച്ചു പോയാൽ നമുക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്. നല്ല ഒരു മരണമായിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്? എണ്ണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോ രണ്ട് കാര്യങ്ങളായി. വുളു പ്രത്യേകം സുന്നത്തുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് അള്ളാഹിനെ സ്മരിക്കുന്നതിന് മുമ്പ്, രണ്ട് ഉറങ്ങുന്നതിന് മുമ്പ്. ഇനി മൂന്നാമത്തത് കുളിക്കുന്നതിന് മുമ്പ്. കുളിക്കണിന് മുമ്പ് വുളു ഉണ്ടോ? കുളിക്കണിന് നമ്മളെ കുളിയൊക്കെ നല്ല രസമാണ്. ഷവറിന്റെ ചോട്ടിൽ പോവുക, എന്നിട്ട് എന്ന് പറയാ, എന്നിട്ട് പിന്നെ സോപ്പ് വെക്കുക, എന്നിട്ട് പോരുക. അല്ലേ? ഇതാണ് പല ആൾക്കാരെയും കുളി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ കുളിക്കുക എന്നുള്ളത്. അല്ലേ? ഒക്കെ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. അതിന്റെ ഉള്ളിൽ പോയാലാണ് പാട്ടൊക്കെ വരിക. ഈ ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് പാട്ട് പാടാൻ പറ്റുമോ? എന്താ നിങ്ങളെ അഭിപ്രായം? മുസ്ലിം പാട്ട് പാടാൻ പറ്റില്ലെന്നോ? ഹിന്ദു പാട്ട് പാടാൻ പറ്റും? എന്തും മനുഷ്യന്മാരാടോ. ഏയ്, ബാത്റൂമിൽ പോയിട്ട് പാട്ട് പാടാൻ പറ്റുമല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം? ഒന്ന് പറഞ്ഞാണ്. പറ്റൂല. അതിന്റെ ഉള്ളിൽ ഓടുന്ന പാട്ട് പാടാൻ പറ്റൂല. മനുഷ്യന്മാർ അതിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പാട്ടാ പാടുന്നത്? അല്ലേ? അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കാം, ഈ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും മോശമായ സ്ഥലം.
ഏറ്റവും മോശമായ സ്ഥലം എന്ന് പറഞ്ഞാൽ പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ബാത്റൂമിലാണ്. ഷെയ്ത്താൻ. അപ്പൊ അവിടെ എന്തായാലും നല്ലതല്ലല്ലോ. അപ്പൊ അവിടെ പോയി നമ്മളെ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പോരുക. അവിടെ ഇങ്ങനെ ഇരിക്കണ്ട കുറെ നേരം. ഒന്ന്. പിന്നെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ചില മര്യാദകളുണ്ട്. ആദ്യം വുദു എടുക്കണം. എന്നിട്ടാ കുളിക്കണ്ടേ. ഇതൊന്നും പല ആൾക്കാർക്കും അറിയൂല. എല്ലാവരും നേരെ പോകും, ഷവറുണ്ട് തുറക്കും, സോപ്പ് വെച്ച് പിന്നെ ഷവർ തുറന്നു, കഴിഞ്ഞ്. ഇതാണ് നമ്മളെ കുളി. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം വുദു എടുക്കണം. കുറേ കാര്യങ്ങളുണ്ട്, ഞാനൊരു ചുരുക്കിയിട്ടാ പറയുന്നത്. ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കാം. ആ ഖദീജ എന്നുള്ള ഐഡിയിലുള്ള ആള് എന്തൊക്കെയാ പറയണ്ടല്ലോ. എന്താ മോനെ എന്റെ പ്രശ്നം എന്താ? ആ ഓക്കെ. പോലെ ക്യാമറ ഓഫ് ആക്കി. എന്താ എന്റെ പ്രശ്നം എന്താ? എടാ എന്ത് പറയുമ്പോൾ നമുക്ക് ഒരു എന്താണ് സംഭവം എന്ന് പറയണ്ടേ നിങ്ങളെ? എന്താ എന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. അതാ പോയാ പോവുകയും ചെയ്തു. ഓക്കെ. അപ്പോഴേ പിന്നെ നമ്മളെ ഈ ഒരു 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 പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഓരോരുത്തർക്കും ഈ ചില ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നമ്മൾ കുറെ കാലമായിട്ട് ഈ കുട്ടികളുമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിലാട്ടോ പറയണത്. ചില ആൾക്കാരാണ്ട് കണ്ടു കഴിഞ്ഞാൽ ആകെ ഒരു എവിടെയോ ആയി, പിന്നെ വേറൊരു വൈബിലാക്കാരം, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യണം അല്ലെ. ആൾക്കാരെ കാണുമ്പോ അങ്ങനെ ചാടിക്കളി ഓടിക്കളിയും പിന്നെ അതേപോലെ തന്നെ ഡാൻസ് കളിയൊക്കെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു ഒരു പിന്നെ കുറെ ആളുകളുടെ മുന്നിലല്ലേ നിൽക്കണത് അല്ലെ. കുറെ ആളുകളുടെ മുന്നിലാണല്ലോ ഇരിക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഇയാളിത് എന്തുസ്താദാണ് അല്ലേ അല്ലേ, ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്നല്ലേ നമ്മള് പറയാ. ഈ നമ്മൾക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, പാവം നല്ലൊരു ഉസ്താദ്, ഇന്നിപ്പോ ഭ്രാന്തനായി അറിയാം അല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇങ്ങക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളും തന്നെ. ഞാൻ ഇപ്പൊ അങ്ങനെ നോക്കിക്കുമ്പോ ഇവിടെ 10, 80, 100ഓളം കുട്ടികൾ ഉണ്ടാകുമ്പോ നമ്മളങ്ങനെ അവിടെ കടന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ നമ്മളെ വിലയിരുത്തും. കാരണം എന്താ, നമുക്കെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഒരു കുട്ടിയുണ്ട് നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി എന്ന് പറയും. ആ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മളങ്ങനെയല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. അപ്പൊ അത് ചിലപ്പോൾ തമാശക്ക് ചെയ്തതായിരിക്കും, നമ്മുടെ തമാശക്ക് ചെയ്യണതാണ്. പക്ഷെ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സദസ്സാകുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരോടും പറയണം. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയമാണ്, നേരെ കേട്ടോളിയും. ഉദു എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കുളിക്കണിന് മുമ്പ് ഉദു എടുക്കണം അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നാലാമത്തത്, ഓരോ നമസ്കാരത്തിനും ഉദു എടുക്കുക. ഉദു എടുക്കാൻ നിസ്കരിക്കണമെങ്കിൽ ഉദു നിർബന്ധമാണ്. എന്നാൽ അപ്പോ ചില ആൾക്കാരുണ്ടാകും ലോഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പിന്നെ ഉദുവും കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പിന്നെ അസർ നിസ്കരിക്കും, പിന്നെ അതേ ഉദു തന്നെ മഗ്രിബ് നിസ്കരിക്കും. അതല്ല, കുറച്ചും കൂടി നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യുക? ഉദു എടുക്കുക. ഓരോ നമസ്കാരത്തിനും വുദൂ പുതുക്കുക. അതും നല്ലതാണ്. എല്ലാ നിസ്കാരത്തിനും, പൊതുവേ നിസ്കരിക്കണമെങ്കിൽ വുദൂ നിർബന്ധമാണ്. ഓക്കെ. വേഗം ചെയ്തിട്ടോ പടച്ച റബ്ബേ എന്ന് വുദൂവിന്റെ എല്ലാ കാര്യം പറയാനുള്ളത്. എന്നാ കേട്ടോളി, വുദൂവിന്റെ രൂപം ഇനി നമ്മൾ പറയണത്. ഇനി കേട്ടോളിയും. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. ഇനി നിങ്ങൾ എഴുതുക എന്നതിനേക്കാൾ നിങ്ങൾ കാണലാണ്. നിങ്ങൾ കണ്ടാൽ മതി വുദൂവിന്റെ രൂപം. വേണ്ട, എഴുതിക്കോ. റെഡുകൾ എഴുതിക്കോ. റെഡുകൾ മാത്രം എഴുതിയാൽ മതി. വുദൂവിന്റെ രൂപം എന്നാട്ടോ നമ്മൾ പറയേണ്ടത്. വുദൂഇന്റെ രൂപം എങ്ങനെയാണ്? വുദൂഇന്റെ രൂപം നേരെ വൃത്തിയിൽ എഴുതണേ. വൃത്തിയിൽ എഴുതാം മനുഷ്യന്മാരെ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? വുദൂഇന്റെ രൂപം കേട്ടോളേ. വുദൂഇന്റെ രൂപം. ഇതിലെല്ലാ ആളുകൾക്കും വുദൂ എടുക്കാൻ അറിയാം. എന്നാ കേട്ടോളിയും. നിങ്ങളെല്ലാവരും വുദൂ എടുക്കാൻ കഴിയുള്ളവരാണ്. നമ്മൾ വുദൂ എടുക്കാറുമുണ്ട്. പക്ഷേ നമ്മളിൽ വുദൂ എടുക്കുന്ന സമയത്ത് കുറേ പിഴവുകൾ വരുന്നുണ്ട്. ആ പിഴവുകളൊക്കെ തിരുത്തി ഞങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തരും, എങ്ങനെയാണ് വുദൂ എടുക്കേണ്ടത് എന്ന് പറയും. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ വുദൂ എടുക്കുന്ന വീഡിയോ എടുത്ത് അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ആരാണോ നിങ്ങൾക്ക് അധ്യാപകൻ അവർക്ക് അയച്ചു കൊടുക്കണം. ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ആദ്യം വേണ്ടത് നിയ്യത്താണ്. നിയ്യത്ത് വേഗം വുദൂ എടുക്കണമെങ്കിൽ നിയ്യത്ത് വേണം.
വെറുതെ കയ്യും കാലും മുഖം കഴുകിയിട്ട് ഞാൻ വുളു എടുത്തു എന്നിട്ട് കാര്യമില്ല. ഞാൻ വുളു എടുക്കുകയാണ് എന്നുള്ള ഒരു നീയത്ത് മനസ്സിൽ എന്ത് ചെയ്യണം? അത് കരുതണം. ഞാൻ വുളു എടുക്കണം, ഞാൻ ഇപ്പൊ വുളു എടുക്കണം. എന്താ ചെയ്യണേ അമ്മ? ഞാൻ വെറുതെ കയ്യും കാലും മുഖം കഴുകുകയാണെന്നല്ല, വുളു എടുക്കണം. വുളു എടുക്കുകയാണെങ്കിൽ ആ നീയത്ത് ഉണ്ടാവണം. അല്ലാതെ കയ്യും കാലും മുഖം കഴുകിയാൽ വുളു ആകൂല. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നീയത്ത്. മാനെ കുറച്ച് വെള്ളം എടുക്കാം. എടാജൊറ്റക്ക് തിന്നാണില്ലേ സെജിന എന്ന് പറയുന്ന ഐഡിയിലുള്ളത് ആരാ? ഞമ്മക്ക് തരാതെ തിന്നുന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. പടച്ചോനെ, അവന്റെ വയറിനൊരു കംപ്ലൈന്റും വരുത്തല്ലേ. ആർക്കെങ്കിലും വെള്ളം വേണോ? ഓക്കെ, നീയത്ത് എഴുതിയില്ലേ? എല്ലാരും നീയത്ത് എഴുതി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതാ. എന്നാ രണ്ടാമത്തത് ബിസ്മി ചൊല്ലുക. നമ്മൾ ഇത് കൊടുക്കുമ്പോ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ബിസ്മി ചൊല്ലുക. നീയത്ത് ഉണ്ടാവുക, പിന്നെ ബിസ്മി ചൊല്ലുക. ഇതിന് മുമ്പ് ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരാൾ ബാത്റൂമിലാണെങ്കിൽ ബിസ്മി ചൊല്ലാൻ പറ്റുമോന്ന്. അവിടെ നമ്മൾ എന്താന്ന് വെച്ചാൽ ബാത്റൂമിൽ നിന്ന് ബിസ്മി ചൊല്ലേണ്ടതില്ല. ഇനി അല്ല, നമ്മുടെ മനസ്സിൽ വിചാരിച്ചു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ബാത്റൂമിൽ നിന്നാണെങ്കിൽ ചൊല്ലാതിരിക്കലാണ് നല്ലത്. അല്ല നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ വുളു ബിസ്മി ചൊല്ല, ബിസ്മില്ല എന്ന് തന്നെ പറയാ. മറ്റേത് മനസ്സിൽ വിചാരിച്ചാലും മതി. ഓക്കെ, റെഡി? ഇനി അടുത്തത്. ഇനി അടുത്തതാണ് വുളുവിന്റെ ആദ്യത്തിൽ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകുക. വുളുവിന്റെ ആദ്യത്തിൽ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകുക. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. ഞാൻ വീഡിയോ കാണിച്ചു തരാണ് എങ്ങനെ ചെയ്യണ്ടേന്നുള്ളത് കാണിച്ചു തരാം. വേഗം വേഗം. വുളുവിന്റെ ആദ്യത്തിൽ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകുക. വുളുവിന്റെ ആദ്യത്തിൽ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകൽ. എഴുതിയോ? വുളുവിന്റെ ആദ്യത്തിൽ മുൻകൈകൾ 3 പ്രാവശ്യം കഴുകൽ. റെഡി? എഴുതി കഴിഞ്ഞോ? റെഡി? എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? റെഡി റെഡി. എന്നാ കേട്ടോളി. ഇനി ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വുളുവിന്റെ ആദ്യത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? ആദ്യം ചെയ്യേണ്ടത്, എല്ലാവരും ടാപ്പ് തുറന്നേ. ടാപ്പ് തുറക്ക്, ടാപ്പ് തുറക്ക്, ടാപ്പ് തുറക്കടൂ. ആ, ടാപ്പ് തുറന്നു. അപ്പൊ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പല ആൾക്കാരും വുളു എടുക്കൽ എങ്ങനെ വെച്ചാല് ഇതാണ്, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കാട്ടും. ഇങ്ങനെ കാട്ടല്ല, ഇതല്ല. നമ്മളെ തൈര് കളയലും മറ്റേതും അല്ല. ഇങ്ങനെ ആക്കിയിട്ട് അത് മറ്റേത് ആരാണെന്നൊക്കെ പറയാം, ഷോറ് വന്നിട്ട് ഇങ്ങനെ കാട്ടും അല്ലേ? അല്ലേ? ആ കാറ്റാടിക്ക് വിടണേ, അതല്ല ഇവിടെ പറയുന്നേ. ടാപ്പ് തുറന്നു, വെള്ളം എടുക്കുകയാണെ, വെള്ളം എടുത്തു, ഇതാ ഇങ്ങനെ ഒന്ന് കഴുകി. എല്ലാവരും നിങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടോ? എല്ലാവരും കാണില്ലേ? കൈ ഇങ്ങനെ ആക്കി വിരലിന്റെ ഈ ഭാഗങ്ങളൊക്കെ കഴുകണം. ഇതിന്റെ ഉള്ളില് വിരലിന്റെ ഉൾഭാഗം വരെ കഴുകണം. ഇങ്ങനെ കഴുകണം, ഈ 2 സൈഡിന്റെയും. ഇതിന്റെ ഈ ഇടഭാഗം ഉണ്ടല്ലോ, ഈ വിരലിന്റെ ഇടഭാഗം, ഈ ഇടഭാഗത്തൊന്നും എന്ത് ചെയ്യൂല, നമ്മള് സാധാരണ വെള്ളം ഒഴിച്ചാൽ ആകൂല. സാധാരണ നമ്മൾ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നനഞ്ഞിട്ടുണ്ടാവൂല. അപ്പൊ നമ്മൾ നനക്കേണ്ടത് എങ്ങനെ വെച്ചാൽ ആക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി ആക്കണം. ക്ലിയർ ആണോ? അല്ലേ? റെഡി? എല്ലാവർക്കും മനസ്സിലായല്ലോ? റെഡി? റെഡി? ആഹിൽ മനസ്സിലായി അല്ലേ? ആഹിൽ ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്, അടിപൊളി. ഓക്കെ, എന്നാ അടുത്തത് നോക്കാം. അടുത്തതാണ് നമ്മൾ പറയണേ രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വായിൽ വെള്ളം ചുഴറ്റി തുപ്പലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. അല്ലാ, പെട്ടു മക്കളെ. വായിൽ വെള്ളം ചുഴറ്റി തുപ്പലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. വായിൽ വെള്ളം കയറ്റി ചീറ്റലും തുപ്പലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. എല്ലാരും ശ്രദ്ധിക്കട്ടോ, എല്ലാരും ശ്രദ്ധിക്ക. എഴുതണില്ലേ? നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്ത് പോവുക. വായിൽ വെള്ളം കയറ്റി
വെള്ളം ചുഴറ്റി തുപ്പലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. ഈ രണ്ട് വാക്കും ശ്രദ്ധിക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എഴുതി കഴിഞ്ഞോ? വേഗം എഴുതി, വേഗം. വായിൽ വെള്ളം ചുഴറ്റി തുപ്പലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. റെഡി? റെഡിയാണോ? റെഡി? ഓക്കെ. എന്നാലും ഇനി കേട്ടോളിട്ടോ. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കുക. വായിൽ വെള്ളം, എന്നെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ചില ആൾക്കാർ എങ്ങനെയാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം ഇങ്ങനെ കഴിഞ്ഞ്. ചില ആൾക്കാര് എങ്ങനെയാണ് ആക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയല്ല ആക്കി. ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം? ഇതാക്കുന്നതോട് കൂടി മൂക്കിലേക്കും കുറച്ചുകൊണ്ട് കയറ്റണം. എന്നിട്ട് നടാക്കും വേണം. ഇത് ഇടത്തേ കൈ, വലത്തേ കൈയല്ല, ഇടത്തേ കൈ കൊണ്ട് അതിടണം. അപ്പൊ പല സാധനങ്ങളൊക്കെ വരും. അത് കൈ എഴുതുക. മനസ്സിലാവുണ്ടല്ലേ? ഇതാക്കി മൂക്കിലേക്കും കയറ്റി നേരെ മൂക്ക് ചീറ്റണം, വായിൽ നിന്ന് തുപ്പും വേണം. ഓക്കെ, മനസ്സിലാവുണ്ടോ? അല്ലാതെ വെറുതെ ഇങ്ങനെയല്ല. വെറുതെ വായിൽ വെച്ച് ഇങ്ങനെ ആട്ടിയാ പോരാ, നേരെ കാണിക്കും. അതിനെന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കി കൊണ്ടുപോയി മൂക്കിലേക്ക് കയറ്റുമ്പോൾ ചില ആൾക്കാരുണ്ടാവും, അപ്പൊ ജലദോഷം പിടിച്ചൂലേന്ന്. ഇല്ല, ജലദോഷം പിടിക്കൂല. നമ്മൾ ആദ്യത്തിലൊക്കെ കയറ്റുമ്പോൾ നമുക്ക് ആകെ ഒരു പ്രയാസം തോന്നും. കാരണം അത് പിന്നെ ആകതായി, പിന്നെ ചുമക്കലും ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും തുടക്കത്തിൽ. പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, റെഡി? അപ്പൊ എന്നാ ബാക്കി ഇത് ക്ലിയർ ആണല്ലോ? ഇല്ലല്ലേ? ശരി. എന്നാ അടുത്തത് മുഖം 3 പ്രാവശ്യം കഴുകുക. 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 ഓക്കെ, റെഡി? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് അങ്ങനെ? ഈ മുഖം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെ ഒതുക്കലെന്ന് അറിയാം? ടാപ്പ് തുറന്നു, ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക, കഴിഞ്ഞു. അങ്ങനെയല്ല. ആക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ എങ്ങനെയാന്നുള്ളത്. അതായത് നമ്മുടെ മുഖം ഇങ്ങനെ ആക്കി, നമ്മളെ ഈ നെറ്റി എല്ലാവരും നെറ്റിമെന്ന് വെച്ചേ. ഈ നെറ്റി ഇങ്ങനെ വന്ന് ഈ ഭാഗം ഇങ്ങനെ വന്ന് നമ്മുടെതാ ഇതുവരെ, നിങ്ങൾ താടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താടിന്റെ ഈ ഭാഗം വരെ ഇത്രയും ഭാഗം നനയണം. അപ്പൊ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി മുഴുവൻ എന്ത് ചെയ്യണം? ആക്കണം. മനസ്സിലാവുണ്ടല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഈ ഭാഗം മുഴുവനായിട്ട്. താടിയൊക്കെ ഉണ്ടെങ്കിൽ താടിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കാം. താടി ഉള്ളവരാട്ടോ, ഇല്ലാത്തവർ വേണ്ട. ഓക്കെ, അപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഈ ഭാഗങ്ങളൊക്കെ. ചില ആൾക്കാർ ഉതെടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗം ഒന്നും നനയില്ല, ഈ ഭാഗം നനയൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ചില ആൾക്കാർ ഉതെടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്രം നനഞ്ഞിട്ടുണ്ടാകും. ഈ നെറ്റിന്റെ ഭാഗം നനഞ്ഞിട്ടുണ്ടാവൂല, ഈ ഭാഗം നനഞ്ഞിട്ടുണ്ടാവൂല, ഇവിടെ നനഞ്ഞിട്ടുണ്ടാവൂല. ഇതൊന്നും പറ്റൂല.
ഒതുടുക്കുകയാണോ, നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായിട്ട് ഒതുടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കി മുകളിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ ആക്കി എല്ലാ ഭാഗവും. ഓക്കെ, ചില ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബാക്കൊക്കെ കൊണ്ടുപോകും. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ആക്കിയാലും മതി. മനസ്സിലായോ അല്ലേ? റെഡി? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത ഭാഗം മുഖം കഴുകി. പിന്നെ ഇനി എന്താണ്? 2 കൈകൾ മുട്ടുകൾ ഉൾപ്പെടുത്തി 3 പ്രാവശ്യം കഴുകുക. വേടുതി. 2 കൈകൾ മുട്ടുകൾ ഉൾപ്പെടുത്തി 3 പ്രാവശ്യം കഴുകുക. ഓക്കെ, 2 കൈകൾ മുട്ടുകൾ ഉൾപ്പെടുത്തി 3 പ്രാവശ്യം കഴുകുക. അതായത് നേരെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് കൈ കഴുകേണ്ടത്? എങ്ങനെ കഴുകേണ്ടതെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ടാപ്പ് വെച്ചിട്ടാണ് അങ്ങനെ മറ്റേ ആശാരിമാര് ആക്കണ പോലെ ആക്കും അല്ലേ? കണ്ടിട്ടില്ലേ? ആശാരിമാരെ ഉളി കൊണ്ട് ഇങ്ങനെ ആക്കില്ല, ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അതേപോലെ പൈപ്പിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ആക്കും. അതല്ല, എങ്ങനെ ആക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നേരെ ശ്രദ്ധിച്ചോ. നമ്മൾ ഇങ്ങനെ വെള്ളമെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് ഈ മുട്ട് നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ നനച്ചാൽ മാത്രം പോരാ, ഇവിടെ നനയണം. നിങ്ങളെ മുട്ടും നോക്കി കാണും. ഈ മുട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസം തോന്നും അല്ലെ? നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ? ഇബ്രോ നമ്മളെ മുട്ട് ഇങ്ങനെ നോക്കിയേക്കാം, ഇങ്ങനെ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇങ്ങനെ നോക്കിയേക്കാം, ഇങ്ങനെ നോക്കി കാണി. ഇങ്ങനെ നോക്കുമ്പോ എന്താണ്? ആകെ ചുളിഞ്ഞു. ഇബ്രോ വയസ്സായോ? വയസ്സായിട്ടാണോ ചുളിഞ്ഞിക്കണേ? ആണോ? നമുക്ക് വയസ്സായിട്ടായി ചുളിഞ്ഞിട്ടുള്ളത്? അല്ല, നമ്മുടെ ശരീരം അങ്ങനെയാണ് പടച്ചോനാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്, ഒരു എലാസ്റ്റിക് പോലെയാണത്. കാരണം ഇത് വയസ്സല്ല, നമ്മൾ ടൈറ്റ് ആക്കി എന്ന് വിചാരിച്ചോ? ഇത് പടച്ചോൻ എന്തോന്ന് ടൈറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി ഇത് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുക അറിയോ? പിന്നെ ഈ കൈ ഇങ്ങനെ മടക്കാൻ കഴിയൂല. നമുക്ക് കൈ മടക്കാൻ കഴിയൂല, കാരണം ഇവിടെ ടൈറ്റ് ആയി ടമ്പറായി പോയി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉണ്ടാക്കി തന്നതാണ് ഈ ചുളിവ്. പക്ഷെ ഈ ചുളിവിൽ വെള്ളം നനഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പൊ കൈ കഴുകിയിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കണം. ഓക്കെ, വെള്ളം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്ത് ഈ ഭാഗങ്ങളൊക്കെ, ഈ കൈ നനയണം, അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നനയണം. എല്ലാരും ഒന്ന് ചെയ്തേ. വേഗം വേഗം ഇങ്ങനെ കാണിക്കും. ഞാൻ പറഞ്ഞ പോലെ കാണിക്കും. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊണ്ടുവന്ന്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയി. ഓക്കെ, 2 ഭാഗം അതേപോലെ തന്നെ ഈ കൈ എടുക്കുക, ഈ കൈയിന്റെ ഈ ഭാഗം ഇങ്ങനെ എന്ത് ചെയ്യുക? ആക്കുക. ഓക്കെ, റെഡി? ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, തല മുഴുവൻ 2 ചെവികൾ ഉൾപ്പെടുത്തി 1 തവണ തടവുക. കഴിയാനായി. തല മുഴുവൻ 2 ചെവികൾ ഉൾപ്പെടുത്തി 1 തവണ തടവുക. തല മുഴുവൻ 2
തല മുഴുവൻ 2 ചെവികൾ ഉൾപ്പെടുത്തി ഒരു തവണ. വേഗം വേഗം എഴുതി. സമയം തീരാനായേ. അതെങ്ങനെയാന്നുള്ളത് കേട്ടോളി. നേരെ ശ്രദ്ധിച്ചോട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മൾ വെള്ളം എടുത്തിട്ട് നേരെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലമാക്കണ്ട. നേരെ എല്ലാവരും ശ്രദ്ധിക്കുക. 2 ചെവി ഉണ്ട് എല്ലാവർക്കും. ചെവിയില്ലേ? ചെവിന്റെ ഭാഗത്തേക്ക് ഈ 2 തള്ളവിരലില്ലേ? തള്ളവിരൽ ഇങ്ങനെ വെച്ചേ. എല്ലാരും ഇങ്ങനെ 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 വെക്കടോ. എന്താ കുറെ ആൾക്കാർ പോയോ? ക്യാമറ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്കിക്കോളി. കാണിച്ചു തരാൻ വേണ്ടിട്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികളെല്ലാരും ഓണാക്കും. പെൺകുട്ടികൾ പറ്റുന്ന ആൾക്കാർ ഓണാക്കിക്കോളി. ഇങ്ങനെ വെച്ചു. എന്നിട്ട് നേരെ ഇങ്ങനെ കൊണ്ടുപോവുക. ഇതാ നമ്മളിങ്ങനെ കൊണ്ടുപോകാണ്. നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. ഇങ്ങനെ കൊണ്ടുപോയി ബാക്കിലേക്ക് ഇങ്ങനെ ബാക്ക് വരെ കൊണ്ടോ. ബാക്ക് വരെ ഫുള്ളായിട്ട് കൊണ്ടോ. ഓക്കെ, ബാക്കിലേക്ക് കൊണ്ടുപോയില്ലേ? ഇനി അതേപോലെ തിരിച്ചിങ്ങനെ കൊണ്ടുവന്നേ. വേഗം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, അത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ ചെവി അവിടെ തന്നെയാണ്. ചെവിന്റെ ഉള്ളിൽ തന്നെയാണ് മറ്റേ സാധനം. ഈ ചൂണ്ടുവിരലില്ലേ? ചൂണ്ടുവിരൽ കണ്ടില്ലേ? ഈ ചൂണ്ടുവിരലില്ലേ? ഈ ചൂണ്ടുവിരൽ നേരെ ചെവിന്റെ ഉള്ളിലേക്ക് വെക്കുക, മോൾക്ക് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെവിന്റെ ഉള്ളിലൂടെ ആക്കിയിട്ട് ഈ ബാക്കിലെ ഈ വിരലില്ലേ? ഈ വിരൽ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കുക. കാണുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ആകെ കൂടി പ്രാന്താകുവോ? ഇതെന്താ ഇതൊക്കെ? ഒന്നുകൂടി കാണിച്ചു തരാം. നേരെ ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിക്കും. ഒന്നുകൂടി. റെഡി? 1 1 ഒന്നാമത്തെ ചെവിയിൽ ഇങ്ങനെ വെച്ചു. 2 കൈ ഇങ്ങനെ വെച്ചു. 3 ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. 4 തിരിച്ചു കൊണ്ടുവന്നു. 5 ഈ ചൂണ്ടുവിരൽ ചെവിന്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കഴുകി ചെവി ഇങ്ങനെ തോണ്ടി. എന്നിട്ട് 5 ഈ വിരലില്ലേ? തള്ളവിരലേ അല്ലേ? തള്ളവിരലില്ലേ നമുക്കൊക്കെ? അതെന്ത് ചെയ്യാ? ഈ ചെവിന്റെ ബാക്കിലൂടെ ഉണ്ടാക്കുക. കഴിഞ്ഞു. സിമ്പിൾ ആൻഡ് സിമ്പിൾ. ഓക്കെ, റെഡി? ഫാത്തിമ മനസ്സിലാവണില്ലേ? എല്ലാവർക്കും മനസ്സിലാവണില്ലേ? റെഡി. ഇനി പറയണോ? ഇനി കാണിക്കണോ? കണ്ടല്ലോ. ഓക്കെ, എന്നാ കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. റെഡി? ഇനി ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക. 2 കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക. 2 കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക. രണ്ട് കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകാം. രണ്ട് കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകാം. വേഗം എടുത്തിട്ടോ, കഴിയാനായേ. സമയം കഴിഞ്ഞു. യാസീനത ഫുള്ള് റെഡിയാണ്. ഫുള്ള് യാസിയാണോ? ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ലല്ലോടോ. എന്റെ വാപ്പ വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ വരണ്ടെന്ന് നടക്കണം പിന്നെ ഒരു ദിവസം. അപ്പോ 2 കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക. നേരെ ശ്രദ്ധിച്ചോ. 2 കാലുകൾ നെരിയാണികൾ ഉൾപ്പെടുത്തി കഴുകുക. അടുത്തും കൂടി പറഞ്ഞോളി. ഇനി അടുത്ത എന്താ വെച്ചാൽ നമുക്ക് ബാക്കി പിന്നെ പറയാം കേട്ടോ. വുളുവിന്റെ സുന്നത്തുകളും ഫർളുകളൊക്കെയാണ്. അപ്പോ കാലുകൾ കഴുകുക എന്ന് പറഞ്ഞാൽ വെറുതെ കാലിൽ ഇങ്ങനെ വെള്ളം നനച്ചാൽ മാത്രം പോരാ. നമ്മളെ കാലെടുത്തിട്ട് നെരിയാണി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? നെരിയാണി അറിയാം എല്ലാവർക്കും? ഉമ്മാനോട് ചോദിക്കുക എന്താണ് നെരിയാണി. ബിരിയാണി അല്ല കേട്ടോ, ബിരിയാണി അല്ല. ബിരിയാണി വേറെയാണ്, ഇത് നെരിയാണി. ബിരിയാണിയാണ്. അപ്പൊ ഈ നെരിയാണി എന്താന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന്റെ താഴേക്ക്, അതിന്റെ മുകളിലേക്ക് വന്നാലും കുഴപ്പമില്ല, താഴേക്കാകാൻ പാടില്ല. അതിന്റെ മുകളിലുള്ള എല്ലാ ഭാഗവും ചെയ്യണം ക്ലിയർ ആയിട്ട് കഴുകാം. അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കുന്നു. മനസ്സിലായിട്ടില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.